Mega Bible Quiz 2026 എപ്പിസോഡ് 91ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓൾറെഡി പറഞ്ഞതുപോലെ ഇന്നത്തെ പോർഷൻസ് 1 ദിനവൃത്താന്തം 23 മുതൽ 26 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓൾറെഡി പോർഷൻസ് എല്ലാവരും വായിച്ച് ക്ലിയർ ആയിട്ടിരിക്കുമായിരിക്കും എന്ന് കരുതുന്നു. ചോദ്യങ്ങളിലേക്ക് പോകുന്നു കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, രാജാവും പ്രവാചകനും ഗോത്രപിതാവുമായിരുന്ന വ്യക്തി ആര്? രാജാവും പ്രവാചകനും ഗോത്രപിതാവുമായിരുന്ന വ്യക്തി ആര്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ, എന്നാൽ എൻ്റെ മകന് നിരവധി മക്കൾ ഉണ്ടായിരുന്നു. എൻ്റെ പേരും എൻ്റെ മകന്റെ പേരും എഴുതുക. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ, എന്നാൽ എൻ്റെ മകന് നിരവധി മക്കൾ ഉണ്ടായിരുന്നു. എൻ്റെ പേരും എൻ്റെ മകന്റെ പേരും എഴുതുക. മൂന്നാമത്തെ ചോദ്യം, ചരക്കുകൾ സൂക്ഷിക്കുന്ന പുര എന്നർത്ഥമുള്ള ഒരു പദം എന്ത്? ഈ പദം മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലപ്പേരാണ്. ഏതാണത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ചരക്കുകൾ സൂക്ഷിക്കുന്ന പുര എന്നർത്ഥമുള്ള ഒരു പദം എന്ത്? ഈ പദം മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലപ്പേരാണ്. എന്താണത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആരെ? ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആരെ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് 17 മക്കളുണ്ട്. എല്ലാ മക്കളും വാദ്യകലയിൽ നൈപുണ്യമുള്ളവരായിരുന്നു. ഞാൻ ആര്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. എനിക്ക് 17 മക്കളുണ്ട്. എല്ലാ മക്കളും വാദ്യകലയിൽ നൈപുണ്യമുള്ളവരായിരുന്നു. ഞാൻ ആര്? അപ്പോൾ ഇതാണ് 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ പോർഷൻസ് നല്ലപോലെ വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഇപ്പോഴേ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഉത്തരം അയക്കേണ്ട രീതി നിങ്ങൾക്കറിയാമല്ലോ. വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ വിത്ത് റെഫറൻസ് അയച്ചോളൂ. ആൻസേഴ്സ് നാളെ രാവിലെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിലൂടെ ഉത്തരങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.